KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക അറബി ഭാഷാ ദിനം. അറബിക് സർവകലാശാല ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് SYS മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. എതിർ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ CBIക്ക് കേന്ദ്ര നിർദ്ദേശമെന്ന് അരവിന്ദ് കെജ്രിവാൾ. കൂടുതൽ പ്രസവിക്കുന്ന ഹിന്ദു സ്ത്രീകൾക്ക് വീരപ്രസവിനി അവാർഡ് നൽകുമെന്ന് RSS. ചെന്നിത്തലയുടെ കത്തിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. തനിക്കു പറയാനുള്ളത് 22-ന് പറയും, കടുത്ത നിലപാടിൽ രമേശ് ചെന്നിത്തല. പീരങ്കി ഉണ്ടകൾ ലോക റെക്കോർഡിലേക്ക്. കണ്ണൂർ കോട്ടയിൽ നിന്ന് കണ്ടെടുത്തത് 19,150 എണ്ണം. മഅദിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ദശദിന ഫിയസ്ത അറബിയക്ക് പ്രൗഢമായ തുടക്കം. അറബിക് സർവകലാശാല സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് SSF ഭാഷാ സെമിനാർ. സഹിഷ്ണുതയുടെ പ്രവാചകൻ ICF ബഹ്റൈൻ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മർക്കസ് മീലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് പൂനൂർ മർക്കസ് ഗാർഡൻ വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ളാഷ് മോബ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാൻ CBIക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി കെജ്രിവാൾ ആരോപിച്ചു. തങ്ങളെ എതിർക്കുന്നവരെ അവസാനിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ഒരു CBI ഓഫീസർ തന്നോട് പറഞ്ഞതായി കെജ്രിവാൾ ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ പ്രധാനമന്ത്രി ദുർബലനായെന്നും അതുകൊണ്ട് മറ്റു പാർട്ടികളെ ദുർബലമാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ട്വീറ്റും കെജ്രിവാൾ റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഡൽഹി സെക്രട്ടേറിയറ്റ് CBI റെയ്ഡ് നടത്തിയത്. എന്നാൽ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെട്ട ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അഴിമതി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിനാണ് റെയ്ഡ് നടത്തിയതെന്ന് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ആരോപിച്ചിരുന്നു. അതേസമയം CDCA അഴിമതിയുമായി ബന്ധപ്പെട്ട് AAP നടത്തിയ വെളിപ്പെടുത്തലുകളെ പിന്തുണച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും BJP ലോക്സഭാംഗവുമായ കീർത്തി ആസാദ് രംഗത്തുവന്നു. CDCAയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന വിവരങ്ങളുടെ കേവലം 15% മാത്രമാണ് AAP ഇപ്പോൾ വെളിപ്പെടുത്തിയതെന്ന് ഇന്ത്യ ടുഡേക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ആസാദ് പറഞ്ഞു. IG TJ ജോസിനെ മഹാത്മാഗാന്ധി സർവകലാശാല 1 വർഷത്തേക്ക് ഡീബാർ ചെയ്തു. LLM പരീക്ഷയിൽ കോപ്പിയടിച്ചെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. കൂടുതൽ പ്രസവിക്കുന്ന ഹിന്ദു സ്ത്രീകൾക്ക് വീരപ്രസവിനി അവാർഡ് നൽകാൻ RSS തീരുമാനം. 2 ലക്ഷം രൂപയാണ് അവാർഡ് തുക. കഴിഞ്ഞ മാസം കണ്ണൂരിൽ നടന്ന RSS ചിന്തൻ ബൈഠക്കിലാണ് തീരുമാനമെടുത്തത്. RSS മേധാവി മോഹൻ ഭഗവതിന്റെ അധ്യക്ഷതയിലായിരുന്നു ബൈഠക്ക് നടന്നത്. രാജ്യത്തെ ഹിന്ദു ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികളെ പ്രസവിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് അവാർഡ്. കേരളത്തിലെ പ്രധാന ഹിന്ദു ക്ഷേത്ര പരിസരങ്ങളിൽ കച്ചവടം നടത്തുന്ന ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ബൈഠക്ക് തീരുമാനിച്ചു. ക്ഷേത്ര ഐശ്വര്യം നശിക്കുമെന്ന പ്രചാരണം നടത്തിയാണ് ഇവരെ പിന്മാറ്റേണ്ടത്. ഇതിന്റെ ചുമതല ക്ഷേത്ര സംരക്ഷണ സമിതിയെ ഏൽപ്പിച്ചു. പ്രധാന സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പ്രത്യേക കമ്മിറ്റികൾ ഇതിനായി ഉണ്ടാക്കണം. മുസ്ലിം ജനസംഖ്യയിലെ വളർച്ച നിയന്ത്രിക്കാൻ ഹിന്ദു രക്ഷാ ജാഗ്രതാ സമിതി പോലെ കേരളത്തിൽ സമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വളർച്ച തടയാൻ ഗൈനക്കോളജി ഡോക്ടർമാരെയും വിവിധ ആശുപത്രി മാനേജർമാരെയും ബോധവാന്മാരാക്കും. ഇതിന്റെ ചുമതല J. നന്ദകുമാറിനും ഡോക്ടർ നാരായണനുമാണ്. കേരളത്തിൽ ഹിന്ദുത്വ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി CPMൽ നിന്നാണെന്ന് സമ്മേളനം വിലയിരുത്തി. പീരങ്കി ഉണ്ടകൾ ലോക റെക്കോർഡിലേക്ക്. കണ്ണൂർ കോട്ടയിൽ നിന്ന് കണ്ടെടുത്തത് 19,150 എണ്ണം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ കണ്ണൂർ കോട്ടയിൽ നിന്ന് പുതിയ ചരിത്രം പിറക്കുന്നു. പ്രതിരോധത്തിന്റെ കനൽവഴികൾ താണ്ടിയ കോട്ടയുടെ അകത്തടങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പീരങ്കി ഉണ്ടകൾ കേരളത്തിന്റെയും ഇന്ത്യയുടെയും അതിരുകൾ ഭേദിച്ച് ലോക റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. വ്യാഴാഴ്ച നടത്തിയ പീരങ്കി ഉണ്ടവേട്ടയിൽ പുറത്തെടുത്തത് 6,500 എണ്ണം. ഇതോടെ ഒരാഴ്ചയായി ഇവിടെ നിന്നും കണ്ടെടുത്ത പീരങ്കി ഉണ്ടകളുടെ എണ്ണം 19,150 എണ്ണമായി. 5 നൂറ്റാണ്ട് പിന്നിട്ട കണ്ണൂർ സെന്റ് ആഞ്ചലോ കോട്ട ലോക ചരിത്രത്തിലേക്ക്
ചരിത്രത്തിലേക്ക് പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. രാജ്യനീതികളും കൽപ്പനകളും അരങ്ങുവാണ് കോട്ടകൊത്തളങ്ങൾ ഇപ്പോൾ പീരങ്കി ഉണ്ടകളുടെ കഥ പറയുകയാണ്. ഒരാഴ്ചയായി തുടരുന്ന പരിശോധനയിൽ കണ്ടെടുത്ത പീരങ്കി ഉണ്ടകൾ പറയുന്നത് 5 നൂറ്റാണ്ടുകൾക്കുള്ളിൽ നടന്ന പോരാട്ടത്തിന്റെയും പോർവിളികളുടെയും കഥകളാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ പീരങ്കി ഉണ്ടകൾ കണ്ടെടുത്തിട്ടില്ല എന്നാണ് പുരാവസ്തു വകുപ്പ് അധികൃതർ പറയുന്നത്. വ്യാഴാഴ്ച തുടങ്ങിയ ഖനനം പൂർത്തിയാകുന്നതോടെ ഇത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാകുമെന്നും അധികൃതർ പറയുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കോട്ടക്കുള്ളിൽ സ്ഥാപിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പദ്ധതിക്കായി കേബിൾ ഇടാൻ പ്രധാന കവാടത്തിന്റെ ഇടതുഭാഗത്ത് കുഴിയെടുക്കുമ്പോഴാണ് പീരങ്കി ഉണ്ട ആദ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഈ ഭാഗം കൂടുതൽ കുഴിയെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇവയുടെ വൻ ശേഖരം തന്നെ കണ്ടെത്താനായത്. പൊതിച്ച തേങ്ങയുടെയും ഓറഞ്ചിന്റെയും വലുപ്പത്തിലുള്ളവയാണ് പീരങ്കി ഉണ്ടകൾ ഏറെയും. 1 കിലോഗ്രാം മുതൽ 8 കിലോഗ്രാം വരെ ഭാരമുള്ള ഉണ്ടകൾ ഇതിലുണ്ട്. ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചവയാണ് ഇവയെല്ലാം. വ്യാഴാഴ്ച കണ്ടെത്തിയതിൽ കൂടുതലും ഉൾവശം പൊള്ളയായ ഉണ്ടകളാണ്. ഏതെങ്കിലും തരത്തിലുള്ള വെടിമരുന്നുകൾ നിറച്ചു ഉപയോഗിക്കുന്നവയാണോ ഇതെന്ന സംശയം പുരാവസ്തു വകുപ്പിനുണ്ട്. പുറത്തെടുക്കുന്ന പീരങ്കി ഉണ്ടകൾ ശുചിയാക്കിയ ശേഷം കോട്ടയിലെ സ്റ്റോർ റൂമിലാണ് സൂക്ഷിക്കുന്നത്. കനത്ത സുരക്ഷ ഇതിന് ഒരുക്കിയിട്ടുണ്ട്. പീരങ്കി ഉണ്ടകൾ കുഴിച്ചെടുക്കുന്ന വിവരം അറിഞ്ഞ് കോട്ടക്കുള്ളിലേക്ക് ജനപ്രവാഹമാണ്. ധാരാളം വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നുണ്ട്. ഉണ്ടകൾ കുഴിച്ചെടുക്കുന്നത് കാണുന്നതിന് നിയന്ത്രണമൊന്നും ഇല്ല. എന്നാൽ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയ പീരങ്കി ഉണ്ടകൾ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ആരെയും കാണാൻ അനുവദിക്കുന്നില്ല. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടേതെന്ന പേരിൽ പുറത്തുവന്ന കത്തിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് സർക്കാരിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കത്തു നൽകിയിട്ടില്ലെന്ന ചെന്നിത്തലയുടെ വിശദീകരണം KPCC അംഗീകരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പാർട്ടി തലത്തിൽ വേണമെങ്കിലും അന്വേഷണം നടത്താൻ KPCC തയ്യാറാണെന്നും സുധീരൻ വ്യക്തമാക്കി. ഏത് രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് KPCC ആവശ്യപ്പെടുന്നില്ല. പ്രശ്നത്തെ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത്. കത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കത്ത് തട്ടിക്കൂട്ടിയതാണോ വ്യാജമാണോ എന്നെല്ലാം പരിശോധിക്കണം. ജനത്തിന് ബോധ്യമാകുന്ന തരത്തിലുള്ള അന്വേഷണം വേണമെന്നും സുധീരൻ പറഞ്ഞു. എന്നാൽ 22-ന് സോണിയാഗാന്ധിയെ കാണുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട്. അത് എങ്ങനെ പറയണമെന്ന് അറിയാം. പൊതുനിരത്തിൽ വിളിച്ചു പറയുന്ന രീതി എനിക്കില്ല. 10-20 വർഷം AICCയിലും 9 വർഷം KPCC പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റിനെ ഒരു കാര്യം എങ്ങനെ അറിയിക്കണമെന്ന് വ്യക്തമായ ധാരണയുണ്ട്. KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചെന്നിത്തല തുറന്നടിച്ചു. തന്റെ പേരിൽ പ്രചരിക്കുന്ന കത്ത് താൻ എഴുതിയതല്ല. അത് കണ്ടപ്പോഴേ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. KPCC പ്രസിഡന്റ് ആയിരിക്കെ ഒട്ടേറെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ വാർത്ത സൃഷ്ടിക്കുന്ന ഏർപ്പാട് തനിക്കില്ല. കേരളത്തിലെ കോൺഗ്രസിനെ 9 കൊല്ലം നയിച്ച ആളെന്ന നിലയ്ക്ക് പാർട്ടി അധികാരത്തിൽ തുടരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് വ്യക്തമായ അഭിപ്രായമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഭരണ തുടർച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അത് പറയേണ്ടിടത്ത് പറയുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മുമ്പൊരിക്കലും പ്രകടിപ്പിക്കാത്ത കടുത്ത നിലപാടാണ് യോഗത്തിൽ ചെന്നിത്തല സ്വീകരിച്ചത്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് യോഗത്തിൽ KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഇന്ന് വൈകിട്ടോടെ ചെന്നിത്തല ഡൽഹിക്ക് പുറപ്പെട്ടു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ അദ്ദേഹം കാണും. ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ കുട്ടിപ്രതിയെ മോചിപ്പിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഇതോടെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ പ്രതി ഞായറാഴ്ച ജയിൽ മോചിതനാവും. 2012-ൽ രാജ്യത്തെ നടുക്കി തലസ്ഥാനത്ത് നടന്ന കൂട്ടബലാത്സംഗത്തിൽ 6 പേരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാവാത്ത പ്രതിയും ഉൾപ്പെട്ടിരുന്നു. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി മാരകമായ മുറിവുകളോടെ പിന്നീട് ജീവൻ വെടിഞ്ഞു. പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചവരിൽ ഒരാളാണ് ഇപ്പോൾ 21 വയസ്സുള്ള ഈ പ്രതി. സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി ഈസ ടൌൺ ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസും ബഹ്റൈൻ ദേശീയ ദിനാഘോഷവും വമ്പിച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സമ്മേളനം ബഹ്റൈൻ പാർലമെന്റ് അംഗം അബ്ദുറഹ്മാൻ അബു മജീദ് ഉദ്ഘാടനം ചെയ്തു. KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ മുഖ്യാതിഥിയായിരുന്നു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം VK സൈദാലി, സാമൂഹിക പ്രവർത്തകൻ ബഷീർ അമ്പലായി, ഇന്ത്യൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ജാഫർ, ICF മിഡിൽ ഈസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആറ്റക്കോയത്തങ്ങൾ പകര, അബൂബക്കർ ലത്തീഫി തുടങ്ങിയവർ സംസാരിച്ചു. E സുലൈമാൻ ഉസ്താദിനെ ട്രഷറർ PM സുലൈമാൻ ഹാജിയും കാന്തപുരം ഉസ്താദിനെ ബാഫഖി കോയത്തങ്ങളും ആദരിച്ചു.
റഫ മദ്രസ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഫായിസ്, ജാബിർ, മുഹമ്മദ് ആഷിഖ് ബഷീർ, സൽമാൻ സിദ്ദീഖ് എന്നിവർ ബഹ്റൈൻ ദേശീയഗാനം ആലപിച്ചു. ICF സൗദി നാഷണൽ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം കാസിമി വേങ്ങര, മമ്മൂട്ടി മുസ്ലിയാർ, അഷ്റഫ് ഇഞ്ചിക്കൽ, അലി ഹസൻ അഹ്സനി, ഹൈദർ മുസ്ലിയാർ, VPK അബൂബക്കർ ഹാജി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. ICF കുവൈത്ത് നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹുബ്ബ് റസൂൽ മീലാദ് സമ്മേളനം ഇന്ന് നടക്കും. റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥികളായിരിക്കും. സ്വദേശികളും വിദേശികളുമായ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മർഹബാ യാ റസൂൽ, മർഹബാ യാ റസൂൽ, മർഹബാ യാ റസൂൽ, മർഹബാ യാ റസൂൽ. അഴകിൻ നിലാവുതി ചെയ്തു റസൂൽ, അജബേറിടുന്ന ഹബീബിൻ വസൂൽ. അഴകിൻ നിലാവുതി ചെയ്തു റസൂൽ, അജബേറിടുന്ന ഹബീബിൻ വസൂൽ. സുമം വിരിഞ്ഞു സുഹൃതമണഞ്ഞു റബീൻ ചിരി വിടർന്നു. സുമം വിരിഞ്ഞു സുഹൃതമണഞ്ഞു റബീൻ ചിരി വിടർന്നു. മർഹബാ യാ റസൂൽ, 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 മർഹബാ യാ റസൂൽ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസ് മീലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് പൂനൂർ മർക്കസ് ഗാർഡൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സംഘടിപ്പിച്ച ഫ്ളാഷ് മോബ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മർക്കസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാളിലെ തിരക്കേറിയ സമയത്ത് നടത്തിയ ഫ്ളാഷ് മോബ് കാണികൾക്ക് കൌതുകവും ആവേശവുമായി മാറി. ദഫിന്റെ താളത്തിൽ വശ്യസുന്ദരമായ പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ കാണികളെ കുളിരണിയിച്ചു. പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അൽതാഫ്, ഫാറൂഖ്, മുഹമ്മദ് റൌഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. BCom അവസാന വർഷ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിക്ക് മർക്കസ് ഗാർഡൻ അഡ്മിൻ ഹാജി സലീം മൂസ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇജാസ് നൂറാനി, അബ്ദുസമദ്, സുഹൈൽ റാഷിം, റാഫി നൂറാനി, തുലൈബ് അസ്ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് ലോക അറബി ഭാഷാ ദിനം. സംസ്ഥാനത്ത് അറബിക് സർവകലാശാല ഉടൻ സ്ഥാപിക്കണമെന്ന് SYS ആവശ്യപ്പെട്ടു. വിവാദങ്ങളിലകപ്പെട്ടും മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകരുത്. ഇത് സംബന്ധിച്ച നിവേദനം SYS നേതാക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായ ഇന്ന് നിയമസഭയിൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നേതാക്കൾ പറഞ്ഞു. SYS ക്ഷേമകാര്യ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് KM ഹാഷിം ഹാജി,
ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സഖാഫി നേമം തുടങ്ങിയവരാണ് നിവേദക സംഘത്തിലുണ്ടായിരുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി മഅദിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഫിയസ്ത അറബിയക്ക് തുടക്കമായി. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഫിയസ്ത പ്രമുഖ ചിന്തകനായ ഡോക്ടർ എറിക് ഷുഐബ് വിങ്കിൾ ഉദ്ഘാടനം ചെയ്തു. ലോക വിജ്ഞാനത്തിന്റെ വലിയൊരു ശതമാനവും എഴുതപ്പെട്ടത് അറബി ഭാഷയിലാണെന്നും മുസ്ലിം ലോകത്തു നിന്നും യൂറോപ്പിലേക്ക് ഈ രചനകൾ പരിഭാഷപ്പെടുത്തിയതാണ് നവോത്ഥാനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഖുർആനിന്റെ ഭാഷയാണ് അറബിയെങ്കിലും അതിനെ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ആ ഭാഷയോട് ചെയ്യുന്ന പാതകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ ബാക്കവി കോട്ടക്കൽ, ഹനീഫ മുസ്ലിയാർ പുത്തനത്താണി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, സുലൈമാൻ ഫൈസി കീഴ്ശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കണമെന്ന് താൽപര്യമുള്ള സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ അറബിക് സർവകലാശാല വിഷയത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് SSF സംസ്ഥാന കമ്മിറ്റി ആറ്റിങ്ങൽ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ഭാഷ മതമല്ല മാധ്യമമാണ് എന്ന ശീർഷകത്തിലുള്ള സെമിനാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിന് ഇനിയും സന്നദ്ധമല്ലെങ്കിൽ നിരുത്തരവാദ സമീപനത്തിന്റെ പേരിൽ സർക്കാർ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അറബിക് സർവകലാശാലയെന്ന ആവശ്യം വർഗീയമാണെന്ന് മുദ്രയടിക്കുന്നതിനുള്ള നീക്കങ്ങളെ ജനാധിപത്യമായി തന്നെ നേരിടാൻ കഴിയുമെന്നിരിക്കെ സർക്കാർ കൈകൊണ്ട മെല്ലെപ്പോക്ക് നയം നീതീകരിക്കാനാകില്ല. ഭാഷക്കകത്തും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രയോഗിക്കുന്നവരെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കണം. അറബി ഭാഷ സംസാരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ആശയവിനിമയോപാധി എന്നതിനപ്പുറം നമ്മുടെ വൈജ്ഞാനിക ശാഖയെ സമ്പന്നമാക്കിയതിൽ അറബി ഭാഷ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാകില്ല. ഒരു പ്രദേശത്തോ ഒരു സമുദായത്തിനകത്തോ പരിമിതപ്പെടുന്നതല്ല അറബി ഭാഷയുടെ വ്യവഹാര മണ്ഡലം. അറബ് കൃതികളിൽ നിന്നുള്ള വിജ്ഞാന വെളിച്ചമാണ് യൂറോപ്പിനെപ്പോലും ദൈക്ഷണിക മുന്നേറ്റത്തിന്റെ സ്രോതസ്സായി വർത്തിച്ചത്. ആ നിലക്ക് അറബി ഭാഷയെ കേവലം സാമുദായിക ഭാഷയായി കരുതുന്നവരും അതിന് കയ്യൊപ്പ് ചാർത്തുന്നവരും ചരിത്രപരമായ അജ്ഞത വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വൈജ്ഞാനിക മുന്നേറ്റത്തിന് തടയിടുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ പൊതുസമൂഹം കരുതിയിരിക്കണമെന്നും സെമിനാർ അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. PA മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഖാരി വിഷയാവതരണം നടത്തി. ഡോക്ടർ നൂറുദ്ദീൻ റാസി സ്വാഗതവും മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു. SSF പ്രസാധന വിഭാഗമായ IPB നബിദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റസൂലിന്റെ ബാല്യം എന്ന പുസ്തകം മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി പ്രകാശനം ചെയ്തു. ദിബ്ബ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റും മിംസ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ സലീം KK ഏറ്റുവാങ്ങി. സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരിയാണ് രചയിതാവ്. ചടങ്ങിൽ അബ്ദുൽ കലാം, സലീം അണ്ടോണ, സുലൈമാൻ കുരിക്കൽ, ലുക്മാൻ കരുവാരക്കുണ്ട്, ആഷിഖ് BP സംബന്ധിച്ചു. മടവൂർ CM സെന്ററിൽ മെഹ്ഫിലെ റബി ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. വൈകുന്നേരം 5 മണിക്ക് നടന്ന CM മക്കാം സിയാറത്തിന് സയ്യിദ് സക്കരിയ ബുഖാരി വൈലത്തൂർ തങ്ങൾ നേതൃത്വം നൽകി. 6:30 കാപ്പാട് ഉമർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ TK അബ്ദുറഹ്മാൻ ബാക്കവി ഉദ്ഘാടനം ചെയ്തു. CM സെന്ററിലെ വിദ്യാർത്ഥികളുടെ കലാമത്സര പരിപാടിയായ CMC ഫെസ്റ്റിന് ഇതോടെ തുടക്കമായി. 105 മത്സരങ്ങളിലായി 300ഓളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. മത്സര പരിപാടികൾ തിങ്കളാഴ്ച സമാപിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക അറബി ഭാഷാ ദിനം. അറബിക് സർവകലാശാല ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് SYS മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. പീരങ്കി ഉണ്ടകൾ ലോക റെക്കോർഡിലേക്ക്. കണ്ണൂർ കോട്ടയിൽ നിന്ന് കണ്ടെടുത്തത് 19,150 എണ്ണം. ചെന്നിത്തലയുടെ കത്തിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. തനിക്കു പറയാനുള്ളത് 22-ന് പറയും, കടുത്ത നിലപാടിൽ രമേശ് ചെന്നിത്തല. സഹിഷ്ണുതയുടെ പ്രവാചകൻ ICF ബഹ്റൈൻ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മഅദിൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ദശദിന ഫിയസ്ത അറബിയക്ക് പ്രൗഢമായ തുടക്കം. അറബിക് സർവകലാശാല സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് SSF ഭാഷാ സെമിനാർ. കൂടുതൽ പ്രസവിക്കുന്ന ഹിന്ദു സ്ത്രീകൾക്ക് വീരപ്രസവിനി അവാർഡ് നൽകുമെന്ന് RSS. മർക്കസ് മീലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് പൂനൂർ മർക്കസ് ഗാർഡൻ വിദ്യാർത്ഥികൾ നടത്തിയ ഫ്ളാഷ് മോബ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.